ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 3 ടൈപ്സ് ഓഫ് സാറ്റലൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ്, GPS സാറ്റലൈറ്റ്സ് ആൻഡ് പോളാർ സാറ്റലൈറ്റ്സ്. ഇനി നമ്മൾ പറയാൻ പോണത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എർത്തിന്റെ സർഫസിലും അതുപോലെ എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു h ഹൈറ്റ് ഡിഫറൻസിൽ നമ്മുടെ സാറ്റലൈറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുണ്ടാകുന്ന ഓർബിറ്റൽ വെലോസിറ്റി അതുപോലെ അതിനുണ്ടാകുന്ന ടൈം പീരീഡ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത കാര്യമാണ്. ഇനി ഇവിടെ പറയാൻ പോണത് അങ്ങനത്തെ ഒരു കേസിൽ നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് ചേഞ്ച് ആണ് ഉണ്ടാകാൻ പോണത്. വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത് 3 കേസ് ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് കേസ് വേരിയേഷൻ ഓഫ് ജി വിത്ത് ആൾട്ടിറ്റ്യൂഡ്. ജി നിങ്ങളോട് ഉദ്ദേശിക്കുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈറ്റ്. അതായത് നമ്മുടെ എർത്തിന്റെ സർഫസിൽ നിന്ന് ഹൈറ്റ് കൂടുമ്പോൾ അതിനുണ്ടാകുന്ന ആ എർത്തിനുണ്ടാകുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഗ്രാവിറ്റി കൂടുമോ അല്ലെങ്കിൽ കുറയോ, ഹൈറ്റ് കൂടുമ്പോൾ ഗ്രാവിറ്റി കുറയോ അല്ലെങ്കിൽ കൂടുമോ, ഇതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോണത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോണത് if we consider a body of mass m situated very close to the surface of the earth. അതായത് എർത്തിന്റെ സർഫസിനോട് തൊട്ട് മുകളിലായിട്ടാണ് നമ്മുടെ സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഒരു ബോഡി ഓഫ് മാസ് നിൽക്കുന്നത് കൺസിഡർ ചെയ്യാണ്. The force experienced by a body towards the center of the earth is mg. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറഞ്ഞപ്പോ. അതായത് എർത്തിന്റെ സർഫസ് നിൽക്കുന്ന ബോഡിക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് നമ്മൾ mg എന്നാണ് റെപ്രസെന്റ് ചെയ്തിരുന്നത്. അപ്പൊ നമുക്ക് അക്കോർഡിംഗ് ടു ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ലോ പ്രകാരം നമുക്ക് എന്താ എഴുതാം, F is equal to Gmm/r². ആണ്. ഇതൊക്കെ മുമ്പ് പഠിച്ച കാര്യങ്ങളാണ്. ഇതിൽ എഫിന്റെ സ്ഥാനത്ത് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്, mg ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എഫിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, mg. അപ്പൊ തന്നെ mg is equal to Gmm/r². ഇനി ഇവിടെ നമ്മള് ഇവിടെ ഒരു സ്മോൾ ലെറ്റർ m ഉണ്ട്, ഇവിടെ ഒരു സ്മോൾ ലെറ്റർ m ഉണ്ട്. ആ 2 m ഒന്ന് ക്യാൻസൽ ചെയ്ത് പോയി അല്ലെ. ഈ m ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താവും, ബൈ m ആവും. അപ്പൊ ആ m ഉം ഈ താഴെയുള്ള m കൂടി ക്യാൻസൽ ആയി പോയി. ബാക്കി എന്ത് വരും, Gm/r². ഇതാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അറ്റ് ദ സർഫസ് ഓഫ് ദ എർത്ത്. ബോഡി നിൽക്കുന്നത് എവിടെയാണ്, സർഫസ് ഓഫ് ദ എർത്തിലാണ് നിൽക്കുന്നത്. ആ സർഫസ് ഓഫ് ദ എർത്ത് നിൽക്കുന്ന സമയത്താണ് G is equal to Gm/r² കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ കൺസിഡർ ചെയ്യണത് ഒരു h ഹൈറ്റ് ഡിഫറൻസിലാണ് നമ്മുടെ ബോഡി നിൽക്കുന്നത് വിചാരിക്കാം. എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു h ഹൈറ്റ് ഡിഫറൻസിലാണ് നമ്മുടെ ബോഡി നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു കേസ് ആകുമ്പോൾ ഇഫ് ദ ബോഡി ഈസ് അറ്റ് ഹൈറ്റ് h above the earth, G is given by gh is equal to Gm/r+h whole square. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ എർത്തിന്റെ സർഫസ്, അതിന് റേഡിയസ് r, മാസ് m. ഇവിടെയാണ് നമ്മുടെ ഈ ഒരു സർഫസിലാണ് നമ്മുടെ ബോഡി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈറ്റിന് നമ്മൾ h ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നു അല്ലെ. ഇവിടെയാണ് നമ്മുടെ ബോഡി നിൽക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ് വരിക, r+h. എർത്തിന്റെ സെന്ററിൽ നിന്ന് ബോഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് r+h ആയി. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഇക്വേഷനിൽ എന്തായിട്ട് വന്നത്, r-ന്റെ സ്ഥാനത്ത് r+h whole square എന്ന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ ഹൈറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി, അതായത് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്ന കേസിലുള്ള ഗ്രാവിറ്റി ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ gh എന്ന് കൊടുത്തിട്ടുള്ളത്. എന്തായി, gh equal to Gm/r+h whole square എന്നായി. ഇത് നമ്മുടെ ഇക്വേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ r+h whole square എന്നുള്ള ഇക്വേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാം. ബാക്കിയെല്ലാം അതുപോലെ തന്നെ എന്ത് വരും, gh is equal to Gm/ ഈ r+h whole square എന്ന് പറയുന്നത് a+b whole square അതേ ഫോർമാറ്റിലാണ്. അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ നമുക്കറിയാം എന്താണ്,
a plus b whole square is equal to a square plus b square plus 2ab. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇതേ ഫോർമാറ്റിലാണ് ഇവിടെ നമ്മുടെ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ കിടക്കുന്നത്. അപ്പൊ ഇതേ ഫോർമാറ്റിൽ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തെടുക്കാം. ഫസ്റ്റ് എന്തേലും ആറിന്റെ സ്ക്വയർ, എ സ്ക്വയറിന്റെ സ്ഥാനത്ത് ആർ സ്ക്വയർ പ്ലസ് ബിയുടെ സ്ഥാനത്ത് ഏതാണ്, എച്ച് ആണ്. അപ്പൊ എച്ച് സ്ക്വയർ പ്ലസ് 2r h അല്ലേ. ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത് ഈ ഡിനോമിനേറ്ററിലുള്ള ഇക്വേഷനിൽ നിന്ന് ഒരു ആർ സ്ക്വയറിനൊന്ന് പുറത്തേക്ക് എടുക്കാം. ഈ 3 ടേമൊന്നും ആർ സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കാണ്. ഈ ടേമിന്ന് ആർ സ്ക്വയർ പോയ ബാക്കി എന്താ ഉണ്ടാവുക, 1 അല്ലെ. ഇവിടെ എച്ച് സ്ക്വയറിന് ആർ സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കാന്ന് പറഞ്ഞാല് എച്ച് സ്ക്വയർ ബൈ ആർ സ്ക്വയർ ചെയ്യണം അല്ലെ. എന്നാലല്ലേ ഈ എച്ച് സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്നുള്ളതും ഈ പുറത്തുള്ള ആർ സ്ക്വയറും കൂടി ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെന്ത് കിട്ടും, എച്ച് സ്ക്വയറിന് കിട്ടും അല്ലെ. ശരിക്കും ഇവിടെ എക്സ് സ്ക്വയറിന്റെ ടേമിൽ ഒരു ആർ സ്ക്വയർ ഇല്ല. പക്ഷെ നമുക്ക് എന്ത് വേണം, ഈ 3 ടേമൊന്നും ഒരു ആർ സ്ക്വയറിനെ പുറത്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ എച്ച് സ്ക്വയർ എന്നുള്ള ഇക്വേഷനെ ഒരു ആർ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്തു ഡിവൈഡും ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ആർ സ്ക്വയറും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാല് ബാക്കി അവിടെ എച്ച് സ്ക്വയറിനെ വരും. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആർ സ്ക്വയറിനാണ് ഇവിടെ നമ്മൾ ഈ ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. അപ്പൊ ഡിവൈഡ് ചെയ്യുന്ന ആർ സ്ക്വയറിനെ അതുപോലെ തന്നെ ഇടണം. എന്തൊരു എച്ച് സ്ക്വയർ ബൈ ആർ സ്ക്വയർ പ്ലസ് അതേപോലെ ഇവിടെ എന്ത് വരും, 2rh ആണ്. അപ്പൊ എന്ത് വരും, 2h ബൈ ആർ. ഈ 2rh ആർ സ്ക്വയർ പുറത്തേക്ക് എടുത്താലും എങ്ങനെ നോക്കുക, ആർ സ്ക്വയർ ഇൻറ്റു 2h ബൈ ആർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആർ സ്ക്വയറിൽ ആറും ഈ ആറും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി ഈ 2rh തന്നെ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 2h ബൈ ആർ. നമുക്ക് gh ഈക്വൽ ടു gm ബൈ ആർ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എച്ച് സ്ക്വയർ ബൈ ആർ സ്ക്വയർ പ്ലസ് 2h ബൈ ആറിന് കിട്ടി. ഇനി നമ്മള് ഫസ്റ്റ് നമ്മൾ എ ബോഡി ക്ലോസ് ടു ദ സർഫസ് ഓഫ് ദി എർത്ത് ആവുന്ന കേസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതിണ്ടായിരുന്നു. വി ഹാവ് g ഈക്വൽ ടു gm ബൈ ആർ സ്ക്വയർ. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. അപ്പൊ എന്ത് ചെയ്യാ, ഈ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 ഒന്ന് കൊടുത്തു നോക്കാം. അപ്പൊ ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 1 ഇൻ 3 എന്താവും വരിക, അതായത് gm ബൈ ആർ സ്ക്വയറിന്റെ സ്ഥാനത്ത് g എന്ന് കൊടുക്കുക. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. gh ഈക്വൽ ടു g ബൈ 1 പ്ലസ് എച്ച് സ്ക്വയർ ബൈ ആർ സ്ക്വയർ പ്ലസ് 2h ബൈ ആർ അല്ലെ. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ഇതിനെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എഴുതിക്കൂടെ അല്ലെ. അത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അതേ ഒരു ഫോർമാറ്റിലാണ് ഈ എക്സ്പാൻഷൻ കിടക്കുന്നത്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. അപ്പൊ ഇതിന് നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് എന്താ എഴുതാം, എന്റെ സ്ഥാനത്ത് 1, ബിന്റെ സ്ഥാനത്ത് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ബിന്റെ സ്ഥാനത്ത് എച്ച് ബൈ ആർ. അപ്പൊ 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ അല്ലേ ഇത്. അപ്പൊ എന്ത് ചെയ്യാം, gh ഈക്വൽ ടു g ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ. ഇതിന്റെ എക്സ്പാൻഷൻ ആണുള്ളത്. നമുക്ക് 1 പ്ലസ് എച്ച് സ്ക്വയർ ബൈ ആർ സ്ക്വയർ പ്ലസ് 2h ബൈ ആർ എന്നുള്ളതിന് നമ്മള് 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയറിന് എഴുതി. അപ്പൊ ഇതിന്റെ എക്സ്പാൻഷൻ ആണ് ഈ കിടക്കുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ. gh ഈക്വൽ ടു g ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ. ഇനി ഇവിടെ നോക്കുക, ഈ ഇക്വേഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ആ എർത്തിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പൊ ഈ gh ആണ് എന്ത്, നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇതിലെ ഹൈറ്റ് ഏതാണ്, h ആണ്.
എച്ച് എവിടെ കിടക്കുന്നത്? ഡിനോമിനേറ്ററിലാണ് നമ്മൾ എച്ച് കിടക്കുന്നത്. അപ്പൊ ഡിനോമിനേറ്ററിലാവുന്ന കേസിൽ ഡിനോമിനേറ്ററില് വാല്യൂ കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റിസൾട്ട് വാല്യൂ കുറയാണ് ചെയ്യുക, അല്ലെ? ഡിനോമിനേറ്ററിലെ വാല്യൂ കുറയുന്നതിനനുസരിച്ചിട്ട് റിസൾട്ട് ഇവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമുക്ക് പറയാം ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇവിടെ നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യും, അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, the value of acceleration due to gravity the value of acceleration due to gravity decreases with altitude. The value of acceleration due to gravity decreases with altitude. അതായത് ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? അതായത് എർത്തിന്റെ സർഫസിൽ നിന്ന് ബോഡിയുടെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ആ ഭൂമിക്ക് ഉണ്ടാകുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ഇവിടെ ഡിക്രീസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഇതിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം. നമ്മള് ഒരു കേസ് കൂടെ പറയാണ്. അതായത് നമ്മുടെ ബോഡി നിൽക്കുന്നത് വെരി ക്ലോസ് ടു ദ സർഫസ് ഓഫ് ദ എർത്ത് ആണെന്ന് കൺസിഡർ ചെയ്യാണ്. അപ്പൊ നമ്മളിവിടെ ഈ എച്ച് സ്ക്വയറിന്റെ, അതായത് എച്ചിന്റെ ഹയർ പവേഴ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? നെഗ്ലക്ട് ചെയ്യും. അതായത് ഇഫ് വി കൺസിഡർ the body situated at very close to the surface of the earth, we can neglect the higher powers of H. The higher powers of H. അപ്പൊ എന്ത് വരും? ഇവിടെ GH equal to G by ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 1 minus 2H by R. സോറി 1 plus 2H by R ആണ് വരിക. ഇത് നമ്മള് GH equal to എഴുതാം G into 1 minus 2H by R. ഇക്വേഷൻ മുകളിൽ കൊണ്ടുപോകുമ്പോഴാണ് മൈനസ് ആവുന്നത്. GH equal to G into 1 minus 2H by R. അതായത് ഇവിടെ വെരി ക്ലോസ് ടു സർഫസ് ഓഫ് ദ എർത്ത് ആവുന്ന കേസിൽ എച്ചിന്റെ ഹയർ പവേഴ്സ് ഒക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്യും. അപ്പൊ H² by R² എന്നുള്ള ടേമിന് നമ്മൾ ഒഴിവാക്കുകയാണ്. അതാണ് ഇവിടെ ഹയർ പവർ ആയിട്ട്. ഇവിടെ ഡിഗ്രി 1 ആണ്. H² by R² ആകുമ്പോൾ ഡിഗ്രി 2 ആണത്. അപ്പൊ ഡിഗ്രി 2 ആയിട്ടുള്ള ടേംസ് ഒക്കെ ഒഴിവാക്കി. ഡിഗ്രി 1 ആയിട്ട് ടേംസ് മാത്രം ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇക്വേഷൻ ഒന്ന് മുകളിൽ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് നിന്ന് മുകളിൽ കൊണ്ടിട്ട് എഴുതി GH equal to G into 1 minus 2H by R. ഇനി നമ്മൾ പറയാൻ പോണത് സെക്കൻഡ് കേസിലാണ്. അതായത് വേരിയേഷൻ ഓഫ് G വിത്ത് ഡെപ്ത് D. അതായത് ഡെപ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് ചേഞ്ച് ആണ് ഉണ്ടാവാൻ പോകുന്നതാണ് പറയാൻ പോണത്. ഫസ്റ്റ് ഇവിടെ let the value of acceleration due to gravity at the surface of the earth will be G. അതായത് നമുക്കറിയാം ഇതാണ് നമ്മുടെ എർത്തിന്റെ സർഫസ്.
ഈ എർത്തിന്റെ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്കറിയാം. എത്രയാണ്? G=GM/r² ആണ്. നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇവിടെ കൺസിഡർ ചെയ്യാം ഇഫ് റോ ഈസ് ദ മീൻ ഡെൻസിറ്റി ഓഫ് ദ എർത്ത്. നമ്മുടെ എർത്തിന്റെ ഡെൻസിറ്റി റോ ആണെന്ന് കൺസിഡർ ചെയ്യാണ്. നമുക്കറിയാം ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. റോ ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസിന്റെ സ്ഥാനത്ത് m എന്ന് കൊടുത്തു. വോളിയം എന്ന് പറഞ്ഞാല് നമ്മുടെ എർത്ത് ഒരു സ്ഫെറിക്കൽ ഷേപ്പിലാണ്. അപ്പൊ സ്ഫിയറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 4/3πr³ ആണ്. അപ്പൊ വോളിയത്തിന്റെ സ്ഥാനത്ത് 4/3πr³ എന്ന് കൊടുത്തു. പിന്നെ നമ്മൾ ചെയ്യണത് എമ്മിന് ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള ടൈമിനൊക്കെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ എന്തായി? നമ്മുടെ എമ്മിനൊരു ഇക്വേഷൻ കിട്ടി. ഇനി എമ്മിന്റെ ഇക്വേഷൻ, അതായത് ഇക്വേഷൻ നമ്പർ 2 നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ഒന്ന് കൊടുത്തു നോക്കുകയാണ്. അപ്പൊ എന്താണ് വരിക? G=GM/r² ആണ്. എമ്മിന്റെ സ്ഥാനത്ത് എന്ത് വരും? 4/3πr³ റോ എന്ന് വരും. അപ്പൊ ആദ്യം G/r² എഴുതാം ഇൻറ്റു 4/3πr³ റോ അല്ലെ? G/r² ഇൻറ്റു 4/3πr³ റോ. ഇതിലൊരു r² ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു r³ ഉണ്ട്. ബാക്കി എന്ത് വരും? G=4/3πgr റോ അല്ലെ? ഈ r² ഇവിടെ ക്യാൻസൽ ആയി പോയി. ബാക്കി എന്താ അവിടെ ഉള്ളത്? ഒരു r മാത്രമാണ് ഉള്ളത്. അപ്പൊ പൈ എഴുതി, g എഴുതി, r എഴുതി, റോ. 4/3πgr റോ. ഇതാണ് നമ്മുടെ ജിക്കുള്ള ഇക്വേഷൻ കിട്ടിയത്. ഇപ്പൊ എന്താണ്? അറ്റ് ദ സർഫസ് ഓഫ് ദ എർത്തിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്കുള്ള ഇക്വേഷൻ ആണ് കിട്ടിയത്. നമുക്ക് എന്താ വേണ്ടത്? വിത്ത് ഡെപ്ത് ഡിയിലുള്ള ഇക്വേഷൻ ആണ് വേണ്ടത് അല്ലെ? ഇതാണ് നമ്മുടെ ഡെപ്ത് കാണിച്ചിട്ടുള്ളത്, ഡി എന്നുള്ളത്. അപ്പൊ അറ്റ് ദ സർഫസ് ഓഫ് ദ എർത്തിൽ നിന്ന് ഒരു ഡി എന്ന് പറഞ്ഞ ഡെപ്തിലാണ് നമ്മുടെ ബോഡി നിൽക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചേഞ്ച് ആണ് വരിക? ഇവിടെയാണ് നമ്മുടെ ബോഡി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് വേറെ ഡിഫറൻസ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് r ആണ്, ഇത് d ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r-d ആയിരിക്കും. നമുക്കറിയാം എർത്തിന്റെ സെൻട്രൽ നിന്ന് അതിന്റെ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് r ആണ്. അതേപോലെ ഡെപ്ത് d ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് r ഉം ഇത് d യും ആണെങ്കിൽ ഇതെന്തായിരിക്കും വരിക? r-d ആണ് വരിക അല്ലെ? അതാണ് നമ്മുടെ കാണിച്ചിട്ടുള്ളത്, r-d. അപ്പൊ നമ്മൾ നേരത്തെ ഹൈറ്റിന്റെ കേസിലായപ്പോ GH എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്താ വരിക? ഡെപ്ത് d ആയതുകൊണ്ട് നമ്മളിവിടെ GD എന്ന് കാണിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇക്വേഷൻ എന്ത് മാറ്റാണ് വരിക? r എന്നുള്ളിടത്ത് r-d കൊടുക്കുക. ബാക്കിയെല്ലാം അതുപോലെ തന്നെ 4/3πg r-d റോ അല്ലെ? ആറിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? r-d കൊടുത്തു. ബാക്കി എല്ലാ ടേമും അതുപോലെ തന്നെ. നമുക്കറിയാം വി ഹാവ് G=4/3πg റോ അല്ലെ? 4/3πg അതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഈ ഒരു r-d എന്നുള്ള ടേം ഉണ്ടല്ലോ, ആ r-d എന്നുള്ള ടേമിൽ നിന്ന് നമുക്കൊരു r-നെ പുറത്തെടുക്കണം. അപ്പൊ എന്ത് വരും? 4/3πg റോ അങ്ങനെ കിടക്കട്ടെ. r-നെ പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ ഉണ്ടാവുക? ഇവിടെ നിന്ന് r പോയി കഴിഞ്ഞാൽ 1 മൈനസ് നേരത്തെ പറഞ്ഞ പോലെ d യിൽ നിന്ന് r-നെ പുറത്തെടുക്കുമ്പോൾ d/r അല്ലെ? നമുക്കറിയാം ഈ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? g അല്ലേ? 4/3πg റോ r എന്ന് പറഞ്ഞാല് g ആണ്. തൊട്ട് മുമ്പുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, G=4/3πgr റോ. ഇതെന്താണ്? g ആണ്. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു, ഇതിനെ 4 എന്ന് കൊടുത്തു. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 3 in
4. എന്താവും വരിക? ജി ഡി ഈസ് ഈക്വൽ ടു ഇതിന്റെ സ്ഥാനത്ത് ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ജി ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഇനി ഇവിടെ ഇക്വേഷൻ നോക്കുക. ഈ ഇക്വേഷൻ നമുക്ക് എന്തറിയാൻ പറ്റും? ഡി ഡെപ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താവും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യും. ജി ഡിക്രീസസ് വിത്ത് ഡെപ്ത് ഡി. ജി ഡിക്രീസസ് വിത്ത് ഡെപ്ത് ഡി. നമ്മൾ രണ്ട് കേസ് പറഞ്ഞു. ആൾട്ടിറ്റ്യൂഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ആൾട്ടിറ്റ്യൂഡും പറഞ്ഞു, വിത്ത് ഡെപ്ത് ഡിയും പറഞ്ഞു. രണ്ട് കേസ് പറഞ്ഞേ. ഇനി നമ്മള് തേർഡ് കേസാണ് പറയാൻ പോണത്. വേരിയേഷൻ ഓഫ് ജി വിത്ത് ലാറ്റിറ്റ്യൂഡ്. ഇത് നമ്മുടെ എർത്തിന്റെ സർഫസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞ എന്താണ്? ദ എർത്ത് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിലാണ് നമ്മുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. വിത്ത് ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഇസ് ഈക്വൽ ടു 7.3 ഇൻറ്റു 10⁻⁻5 റാഡ് പെർ സെക്കൻഡ്. ഇത്രയും ആംഗുലർ വെലോസിറ്റിയിലാണ് നമ്മുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. എ ബോഡി സിറ്റുവേറ്റഡ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്, ആക്സിലറേഷൻ വാരീസ് വിത്ത് ലാറ്റിറ്റ്യൂഡ്. ഈ എർത്തിന്റെ സർഫസിലാണ് നമ്മുടെ ബോഡി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലാറ്റിറ്റ്യൂഡ് മാറുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ആക്സിലറേഷനിലും ചേഞ്ച് ഉണ്ടാവും. ദ എഫക്ട് ഓഫ് ദിസ് ആക്സിലറേഷൻ ഈസ് ടു റെഡ്യൂസ് ദ എഫക്റ്റീവ് വാല്യൂ ഓഫ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ ലാറ്റിറ്റ്യൂഡിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂവിന് ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഈ ലാറ്റിറ്റ്യൂഡിനനുസരിച്ചിട്ടുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ജി തീറ്റ ഇസ് ഈക്വൽ ടു ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയാണ്. ഇതിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാതെ ജസ്റ്റ് ഈ ഇക്വേഷൻ മാത്രം നോട്ട് ചെയ്താൽ മതി. ജി തീറ്റ ഇസ് ഈക്വൽ ടു ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇനി ഇവിടെ പറയുന്നത് ഈ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആവുന്ന കേസില് അറ്റ് ദ ഇക്വേറ്റർ തീറ്റ ഇസ് ഈക്വൽ ടു 0. ജി ഈസ് ഗ്രേറ്റർ ദാൻ അറ്റ് ദ പോൾസ്. അതായത് തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രിയും അതുപോലെ തന്നെ തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി ആവുന്ന കേസില് അതിന്റെ ജി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം ആയിരിക്കും വരുന്നത് തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആവുന്ന കേസിൽ. ഇതിനോട് ലാസ്റ്റ് പറഞ്ഞു വെച്ചാൽ ദ വേരിയേഷൻ ഓഫ് ഡ്യൂ ടു ലാറ്റിറ്റ്യൂഡ് ഈസ് വെരി സ്മോൾ. ആ കേസിൽ എന്താണ്? അവിടെ വേരിയേഷൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വെരി സ്മോൾ ആയിരിക്കും. ഇതാണ് നമ്മുടെ തേർഡ് കേസ്. ഇവിടെ നമ്മൾ പറഞ്ഞത് 3 കേസിലാണ് പറഞ്ഞത്. വേരിയേഷൻ ഓഫ് ജി വിത്ത് ആൾട്ടിറ്റ്യൂഡ്, വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത് ഡി, വേരിയേഷൻ ഓഫ് ജി വിത്ത് ലാറ്റിറ്റ്യൂഡ്. അപ്പൊ ഈ 3 കേസിൽ ഏതെങ്കിലും ഒരു കേസ് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഫസ്റ്റ് 2 കേസാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ളത്. തേർഡ് കേസും ചോദിക്കാറുണ്ട്, പക്ഷെ കൂടുതൽ ഇമ്പോർട്ടന്റ് മറ്റു 2 കേസിനാണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ.